നമുക്കൊപ്പം ഇപ്പോൾ അതിഥിയായി കേണൽ എസ് ഡിന്നി കൂടി ചേരുകയാണ്. ഗുഡ് മോർണിംഗ് കേണൽ ഡിന്നി. ഒരു ആശങ്കയുടെ മണിക്കൂറുകളായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സൈനിക ശേഷി എന്താണ്, നമ്മുടെ കരുത്ത് എന്താണ് എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ട ഒരു രാത്രിയാണ് കടന്നുപോയത്. ഇതിൽ നിന്നെങ്കിലും പാഠം പഠിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ യുദ്ധത്തിലാണ്. പക്ഷേ ആ യുദ്ധം പാകിസ്ഥാൻ എന്ന രാജ്യത്തിനെതിരെയല്ല, പക്ഷേ പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്ന, പാകിസ്ഥാൻ പരിശീലനം നൽകുന്ന തീവ്രവാദത്തിനെതിരെയാണെന്ന്. തീർച്ചയായിട്ടും നമ്മൾ ഭാരതത്തെ സംബന്ധിച്ചോളം, ഭാരതത്തിന്റെ സൈന്യത്തിനെ സംബന്ധിച്ചോളം സൈന്യത്തിന്റെ കഴിവ് എന്താണെന്ന് പലപ്പോഴായിട്ട് പല യുദ്ധങ്ങളിലും അല്ലാതെയും പാകിസ്ഥാൻ സൈന്യത്തിന് നമ്മൾ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും എത്ര ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ എത്ര തിരിച്ചടി കിട്ടിയാലും പഠിക്കാത്ത ഒരു സൈന്യമാണ് പാകിസ്ഥാൻ സൈന്യം. അതുകൊണ്ട് തന്നെയാണ് അവർ ഇപ്പോഴും നേരിട്ട് വരാൻ പറ്റാത്ത സാഹചര്യത്തിൽ നേരെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം അത് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ഭീകരവാദത്തിനെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റി സാധാരണക്കാരനായിട്ടുള്ള ഭാരതീയരെ കൊന്ന് ഭാരതത്തെ മുറിവേൽപ്പിക്കാം എന്നുള്ളൊരു പോളിസിയിലേക്ക് അവർ പോയി. അത് തന്നെയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചാൽ നമ്മളൊരു യുദ്ധത്തിൽ അല്ല, യുദ്ധമായിട്ട് നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല, നമ്മളൊരു യുദ്ധത്തിലല്ല. നമ്മളെ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ ഭീകരവാദത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന ആക്ഷനുകളാണ്. അത് പല രീതിയിലുള്ള ആക്ഷനുകളാണ്. അതിനകത്ത് ഒന്ന് മിലിറ്ററി ആക്ഷൻ മാത്രമാണ്. അതിനകത്ത് നമ്മൾ നയതന്ത്ര ലെവലിൽ എടുക്കുന്നുണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം ഒരു രാജ്യത്തിന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഭീകരവാദത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ പോരാട്ടമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സൈന്യത്തിനെ നമ്മൾ ഇപ്പോൾ ഇന്ത്യ എന്നും സ്വീകരിച്ചൊരു നയമുണ്ട്. അത് പാകിസ്ഥാൻ പലപ്പോഴും അതിർത്തിയിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ പ്രതിരോധിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എന്നും ഇന്ത്യയുടെ നയം. അതിൽ നിന്ന് ഇപ്പോൾ ഇന്നലെ രാത്രി ലാഹോറിലേക്ക്, കറാച്ചിയിലേക്കൊക്കെ നമ്മുടെ മിസൈലുകൾ, നമ്മുടെ ഡ്രോണുകൾ എത്തിയിട്ടുണ്ട്, അവിടെ സ്ഫോടനങ്ങൾ നടന്നുവെന്ന് ദൃശ്യങ്ങൾ, പാക് മാധ്യമങ്ങൾ തന്നെ ദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യാക്രമണ മോഡിലേക്ക് ഇന്ത്യ മാറി എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താമോ കേണൽ ഡിന്നി? തീർച്ചയായിട്ടും നമ്മളെ ഒരു സ്ട്രാറ്റജി തന്നെ ഒരു മാറ്റമുണ്ട്. നമ്മൾ പണ്ട് ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് ആയിരുന്നു. അതായത് ഇവിടെ നമ്മൾ എന്ത് നടന്നാലും നമ്മൾ ഡിഫെൻസീവ് ആയിട്ട് പോകും. അതായത് ഓക്കെ, ഇപ്പം നമ്മൾ ആക്ഷൻ എടുക്കേണ്ട, ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവരിൽ ന്യൂക്ലിയർ ബോംബുണ്ട് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ആ മൈൻഡ് സെറ്റ് അങ്ങനല്ല. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിന് ഞങ്ങൾ തിരിച്ചടി നൽകും. ഇനി അത് യുദ്ധത്തിലേക്ക് പോകേണ്ടത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ ഇനി ഏത് ആക്ഷൻ എടുത്താലും അതിനൊരു കൗണ്ടർ കാണും, അതിനകത്ത് യാതൊരു സംശയമില്ല. നിങ്ങൾ ഇനി ന്യൂക്ലിയർ ബോംബുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇതിനെ ലോകരാജ്യങ്ങളെ കൊണ്ടുവരും എന്നൊന്നും ഒരു കാരണവശാലും ഇപ്പം ആ ഒരു രീതിയിലേക്കുള്ള പാകിസ്ഥാന്റെ വാദങ്ങളെ ഒന്നും ഒരു വിലയും കൊടുക്കാതെ നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ നമ്മൾ എടുത്തിരിക്കും. നിങ്ങൾ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് പണിഷ്മെന്റ് കിട്ടും. അത് ഭീകരവാദ ക്യാമ്പുകൾ നമ്മൾ തകർക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ സൈനിക ഇൻസ്റ്റലേഷൻ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ തിരിച്ചും അതേപോലെ ചെയ്യും. അപ്പൊ ഇന്നലെ രാത്രിത്തെ ഒരു സമ്മറി എന്ന് പറഞ്ഞ ഇതാണ്, നമ്മൾ അവരെ സ്ട്രൈക്ക് ചെയ്തത് ഭീകരവാദ ക്യാമ്പ്സ് ആയിരുന്നു. അവര് രാവിലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് കേണൽ ഡിന്നി. ഇപ്പോൾ 50-ലധികം ഡ്രോണുകൾ പാകിസ്ഥാൻ തൊടുത്തുവിട്ടു. പക്ഷെ നമ്മുടെ S-400 എല്ലാത്തിനെയും പ്രതിരോധിച്ചു. പക്ഷെ അവരുടെ ചൈന നൽകിയ HQ-9 പൂർണ്ണമായും തകർത്ത് തരിപ്പണമായിരിക്കുകയാണ്. അതിന് പുറമെയാണ് ലാഹോറിലേക്ക്, കറാച്ചിയിലേക്ക് എല്ലാം വ്യോമാതിർത്തി കടക്കാതെ, അതിർത്തി കടക്കാതെ നമ്മൾക്ക് അവിടേക്ക് പോയി അടിക്കാൻ കഴിഞ്ഞത്. തീർച്ചയായിട്ടും കുറെയൊക്കെ ഡീറ്റെയിൽസ് ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. അതെനിക്കൊന്ന് MEAയുടെ ബ്രീഫിംഗിൽ വരും. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, നമ്മളിവിടെ ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അത് നമ്മൾ ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ അവർ 2 പ്രാവശ്യമായിട്ട് രാത്രിയും അതുപോലെ തന്നെ ഇന്ന് രാവിലെ ഒരു 4 മണിക്ക് അടുപ്പിച്ച് അവർ 2 പ്രാവശ്യമായിട്ട് ഇതേ സിസ്റ്റം ട്രൈ ചെയ്തു. ഡ്രോൺസും വെച്ച് അല്ലെങ്കിൽ മിസൈൽസ് വെച്ച്. അത് നമ്മുടെ S-400 സിസ്റ്റവും മറ്റ് L-70, ഷിൽക്ക അങ്ങനെയുള്ള പല എയർ ഡിഫൻസ് സിസ്റ്റത്തെ വെച്ച് നമുക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ തിരിച്ചടി കൊടുത്തിട്ടുണ്ട്. ലാഹോറിനകത്ത് ബ്ലാസ്റ്റുകൾ കൺഫേംഡ് ആണ്, ഇസ്ലാമാബാദിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ കറാച്ചിയിൽ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് അവിടെ വരെ നമ്മൾ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കുറെ റിപ്പോർട്ട്സ് വരുന്നു. അതെല്ലാം ക്ലാരിഫൈ ചെയ്യും. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആണ്, പാകിസ്ഥാൻ എന്ത് ആഗ്രഹിച്ചോ അത് ഇവിടെ നടന്നില്ല. തിരിച്ച് നമ്മൾ വീണ്ടും അവർക്ക് അടി കൊടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് ടെക്നോളജി വൈസായാലും ശരി, മിലിറ്ററി വൈസായാലും ശരി, നമ്മൾ ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഡിഫറൻസ് വളരെ ക്ലിയർ ആണ്. വളരെ ക്ലിയർ. പക്ഷെ എന്നിട്ടും അവരത് പഠിച്ചില്ലെങ്കിൽ വീണ്ടും അവർക്ക് ഇതുപോലത്തെ ഒരു തിരിച്ചടി കിട്ടും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് അതിന്റെ ഫുൾ ഓണസ്, അതിന്റെ ഫുൾ ഉത്തരവാദിത്വം പാകിസ്ഥാൻ സൈന്യത്താണ്. ഇതിനെ ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം. കാരണം നമ്മൾ ഒരിക്കലും ബാക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ റെസ്പോൺസും എല്ലാ റിയാക്ഷൻസും
എല്ലാ സ്റ്റേറ്റ്മെന്റ്സും. തീർച്ചയായും അത് തന്നെയാണ് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള തിരിച്ചടിയാണ്. പാകിസ്ഥാൻ ആഗ്രഹിച്ച പോലെയുള്ള ഒരു കാര്യങ്ങളല്ല ഇന്ത്യ ചെയ്തത്. കാരണം ആര്യ, നമുക്കറിയാം ആ ഒരു പഹൽഗാം ഭീകരാക്രമണം വരുന്ന സമയത്ത് തൊട്ടടുത്ത ദിവസം തന്നെ ആക്രമണം ഉണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു പ്രത്യാക്രമണം ഇന്ത്യ നടത്തും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ പക്ഷേ പാകിസ്ഥാൻ ഉണ്ടായിരിക്കാം. പക്ഷെ കൃത്യമായി 15-ാം നാളാണ് ഇന്ത്യ ഉന്നം പിഴയ്ക്കാതെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ആ തിരിച്ചടി നടത്തിയത് എന്നുള്ളതാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വളരെയധികം നന്ദി കേണൽ എസ് ദിന്നി നമുക്കൊപ്പം ചേർന്നതിന്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദി.